അല്ലെങ്കിൽ ഏതെങ്കിലും സർജറി നടത്തിയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ആ സർജറി നടത്തിയിട്ടുള്ള ഉപകരണം എല്ലാം കൂടി വയറ്റിൽ തുന്നിക്കെട്ടി പറഞ്ഞു വിടുക എന്ന് അറിയാൻ പാടില്ല. സ്കൂളിൽ കുട്ടികൾ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് പാമ്പ് കടിച്ച് മരിക്കുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. വഴി കൂടി ജനങ്ങൾക്കാണെങ്കിൽ നടക്കാൻ പറ്റില്ല, എപ്പോഴാണ് പട്ടി കടിക്കാന്ന് പോലും പറയാൻ വേണ്ടി പറ്റില്ല. ഈ തരത്തിലുള്ള അന്താരാഷ്ട്ര നിലവാരം നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആക്കരുത്. നിങ്ങളായിരിക്കാം ഏത് KR ഗൗരിയമ്മേനെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞിട്ട് സ്ഥാനാർത്ഥിയാക്കിയിട്ട് മത്സരിപ്പിച്ചിട്ട് പിന്നീട് അവരെ എന്താണ് ഈ അന്നത്തെ EK നായർ വിളിച്ചതെന്ന് ഞാൻ ഇങ്ങനെ ഒരു പൊതുമത്തിൽ ഞാൻ പറയുന്നില്ല. ആ KR ഗൗരിയമ്മയെ പറ്റിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുന്നിട്ട് ഞങ്ങളെ എന്തായാലും സ്ത്രീകളെ ബഹുമാനിക്കുന്ന കാര്യമൊന്നും പറയണ്ട. ശ്യാം, അപ്പൊ പറഞ്ഞു വരുന്നത് വലത് പക്ഷത്ത് എപ്പോഴും, അത് കോൺഗ്രസ് ആയാലും BJP ആയാലും, വലതുപക്ഷത്തിന് ഒരു സ്ത്രീവിരുദ്ധ നിലപാട് പൊതുവിലുണ്ട്. ദ്രൗപദി മുർമുവിനെ ബഹുമാനിച്ച് മുലക്കിരുത്തും എന്നൊക്കെ നേരത്തെ രാഷ്ട്രപതിയുടെ കാര്യത്തിൽ CPM പ്രതിനിധിയുടെ വിമർശനം ഉന്നയിച്ചു. അപ്പോൾ ആ വിധത്തിൽ കാര്യങ്ങളെ കാണുകയാണ്. കേരളത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അജണ്ടയാക്കപ്പെട്ടത് എന്താണ് എന്നാണ് BJP വിചാരിക്കുന്നത്? റാഷിദ, ഞാൻ ഇന്നലെ ഇടുക്കി മുള്ളരിങ്ങാടുള്ള എൻ്റെ നാട്ടിൽ പോയിട്ട് വോട്ട് ചെയ്തിട്ട് വരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് ഞാൻ എറണാകുളത്ത് നിങ്ങളുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു അമ്മ എന്നെ കാണാൻ വേണ്ടി വന്നതെന്ന് വെച്ചാൽ ഇവരുടെ ലൈഫ് പദ്ധതിയിൽ വീട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ ആ നാട്ടിൽ മൊത്തം നടന്നു. നമ്മളെയാണല്ലോ മച്ചമ്പി. അവസാനം പദ്ധതിയിൽ വീട് ഉൾപ്പെടുത്തിയിട്ട് ഇവരോട് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു, നിങ്ങൾ വീടൊക്കെ പണിതോ, എവിടെയെങ്കിലും കടം മേടിച്ചിട്ട് നിങ്ങൾ സ്വർണ്ണം വിറ്റൊക്കെ വീടൊക്കെ പണിതോ, ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞു. അവസാനം പൈസയില്ല, സ്വർണ്ണമില്ല. സ്വാഭാവികം. ഇങ്ങനത്തെ 100 കണക്കിന് വീടുകൾ ഈ കേരളത്തിലുണ്ട്. അതായത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പൂർത്തീകരിക്കപ്പെടാത്ത 100 കണക്കിന് വീടുകളുണ്ട്. ഞാൻ കുറച്ച് ചെറുപ്പക്കാരോട് സംസാരിച്ചു, ജെൻസികൾ എന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പക്കാരോട് സംസാരിച്ചു. ഇവർ വന്ന് ചേട്ടാ ഞങ്ങൾക്ക് നാട്ടിലൊന്നും നിൽക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റുന്നില്ല. റെക്കോർഡ് വേഗത്തിൽ കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാർക്ക് പാഞ്ഞ് പുറത്തോട്ട് പോകേണ്ട അവസ്ഥയാണ് ഇവിടെ. ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥിനി മണ്ണ് വിട്ടുപോകും. വിദ്യാഭ്യാസമില്ല, ഉന്നത വിദ്യാഭ്യാസം പോലുമില്ല. പണ്ടൊക്കെ ജോലിക്കാരത്തിനാണ് കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസത്തിനടക്കം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരികയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ 2ാം കാലഘട്ടത്തിൽ 2 തവണ ഭരിച്ചു വെച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തെ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ അന്താരാഷ്ട്ര നിലവാരത്തിലൊക്കെ കേരളത്തിൽ ഉയർത്തുന്നൊക്കെയാണ് CPMന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞത്. അന്താരാഷ്ട്ര നിലവാരത്തൊക്കെ നിങ്ങൾ ഉയർത്തിയത് മതി, ദയവ് ചെയ്തിട്ട് അതിനപ്പുറത്തേക്കൊന്നും ഉയർത്തരുത് എന്ന് പറയാൻ പറ്റും. നിങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു ഹോസ്പിറ്റലിൽ പോലും പോകാൻ വേണ്ടിയിട്ട് പോലും പറ്റാതെ. എപ്പോഴാണ് ഹോസ്പിറ്റലിന്റെ ഭിത്തി ഇടിഞ്ഞ് തലയിൽ വീണ് മരിക്കാൻ പറയാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും സർജറി നടത്തിയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ആ സർജറി നടത്തിയിട്ടുള്ള ഉപകരണം എല്ലാം കൂടി വയറ്റിൽ തുന്നിക്കെട്ടി പറഞ്ഞു വിടുക എന്ന് അറിയാൻ പാടില്ല. സ്കൂളിൽ കുട്ടികൾ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് പാമ്പ് കടിച്ച് മരിക്കുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. വഴി കൂടി ജനങ്ങൾക്കാണെങ്കിൽ നടക്കാൻ പറ്റില്ല, എപ്പോഴാണ് പട്ടി കടിക്കാന്ന് പോലും പറയാൻ വേണ്ടി പറ്റില്ല. ഈ തരത്തിലുള്ള അന്താരാഷ്ട്ര നിലവാരം നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആക്കരുത്. നിങ്ങൾ ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം. നിന്നെയൊന്നും ഒന്നും ചെയ്യില്ല, നീ ഒന്നും നന്നാവരുത്, വഷളായി തന്നെ വളരണം. അപ്പൊ പിന്നെ ആരെയും തല്ലിക്കൊന്നോളൂ. കുറച്ചെങ്കിലും ഒരു മര്യാദ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമല്ലേ. ഒന്ന് കേരളത്തിന് പുറത്തുള്ള നമ്മുടെ സംസ്ഥാനങ്ങളിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ നോക്കി. കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പുള്ള കേരളത്തിന് പുറത്തുള്ള ഏതൊരു സംസ്ഥാനത്തെയും കേരളത്തെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്ത് നോക്കി. ആ സംസ്ഥാനത്തിന്റെ അന്നത്തെ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റത്തെയും കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് അന്നത്തെ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റം നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കി. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തെ എല്ലാ മേഖലകളിലും പിന്നോട്ടടിക്കുക മാത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു ചെയ്തിട്ടുള്ളത്. പിന്നെ ശ്രീമതി ദ്രൗപദി മുർമുവിന്റെ കാര്യം പറഞ്ഞു, ഈ രാജ്യം അനുവദിക്കുന്ന പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടിയിട്ടാണ് ഈ രാജ്യം ശ്രീമതി ദ്രൗപദി മുർമുവിനെ ബഹുമാനിക്കുന്നതും കാണുന്നതും. അതിന് ഇടതുപക്ഷത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരഭിപ്രായം ഉണ്ടായിരിക്കാം, അവരങ്ങനെ കാണുന്നില്ലായിരിക്കാം. ഏത് KR ഗൗരിയമ്മേനെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞിട്ട് സ്ഥാനാർത്ഥിയാക്കിയിട്ട് മത്സരിപ്പിച്ചിട്ട് പിന്നീട് അവരെ എന്താണ് ഈ അന്നത്തെ EK നായർ വിളിച്ചതെന്ന് ഞാൻ ഇങ്ങനെ ഒരു പൊതുമത്തിൽ ഞാൻ പറയുന്നില്ല. ആ KR ഗൗരിയമ്മയെ പറ്റിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുന്നിട്ട് ഞങ്ങളെ എന്തായാലും സ്ത്രീകളെ ബഹുമാനിക്കുന്ന കാര്യമൊന്നും പറയണ്ട. ഈ പറയുന്ന ദ്രൗപദി മുർമുവിനെ തന്നെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ട്രൈബൽ വിഭാഗത്തിൽ നിന്നുള്ള ഒരു വനിതയെ ഈ രാജ്യത്തിന് രാഷ്ട്രപതി ആക്കാൻ നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്തായിരുന്നു? നിങ്ങൾ അതിനെ പിന്തുണച്ചോ? നിങ്ങൾ അതിനെ എതിർത്ത് വോട്ട് ചെയ്തവരല്ലേ? എന്നിട്ട് ഇപ്പൊ വലിയ സ്നേഹം പറയുന്നു. പിന്നെ രാമക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകൾ ഏത് കാലത്ത് ഈ രാമക്ഷേത്രത്തേക്ക് അംഗീകരിക്കാൻ തുടങ്ങിയ തൃശ്ശൂർ കേരള കോളേജിൽ ശ്രീരാമനെയും സീതാദേവിനെയും എത്രയോ മോശമാക്കിയിട്ട് ചിത്രം വരച്ചു വെച്ച SFI അല്ല നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടന. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എന്നിട്ട് നിങ്ങൾ രാമക്ഷേത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അങ്ങോട്ട് പറയല്ലേ. നിങ്ങൾക്ക് എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം അടക്കം ശബരിമല അടക്കമുള്ള ഘടകങ്ങളുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ എന്താണ് റാഷിദ ചെയ്തിട്ടുള്ളത്? ഈ സർക്കാരിനോട് അയാൾ വന്നിട്ട് ചോദിക്കില്ല ഹൂ കേസ് എന്ന്. ഇന്ന് അയാൾ വന്നിട്ട് ഇവരുടെ സർക്കാരിന്റെ പിണറായി വിജയനെ നോക്കിയിട്ട് പല്ല് കളിച്ച് കാണിച്ചിട്ട് ചായക്കടയിൽ നിന്നൊരു ചായം കുടിച്ചിട്ട് ഹൂ കേസ് ചോദിക്കുന്ന അവസ്ഥയായില്ലേ? 10-15 ദിവസം മുങ്ങി ഇവിടെ ഒന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് മുങ്ങി നടക്കാനും അല്ലെങ്കിൽ അയാൾക്ക് അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള വഴി തെളിച്ചു കൊടുത്തില്ല ഇവിടുത്തെ സർക്കാർ.
സർക്കാർ അയാൾക്ക് കൃത്യമായിട്ട് കോടതിയിൽ പോകണം, കോടതിയിൽ പോയിട്ട് അയാൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള വിധി സമ്പാദിക്കണം, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള അവസരം ചെയ്തു കൊടുത്തില്ലേ? 6-7 ദിവസം പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടിയപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ അതിനെതിരെ കോടതിയിൽ പോയത്, ഇന്ന് ഹൈക്കോടതിയിൽ പോയത് സംസ്ഥാന സർക്കാർ. നമുക്ക് സംസാരിക്കാം. ഇന്നാ പോയിട്ടുള്ളൂ, അതിനാണ് ഞാൻ പറഞ്ഞത്. ഇന്നേ പോയിട്ടുള്ളൂ, ഇന്നവർ പോകുന്നേ. നിങ്ങളുടെ ഞങ്ങളുടെയൊക്കെ കണ്ണിൽ, ജനങ്ങളുടെ കണ്ണിലൊക്കെ പൊടിയിടണമെന്നേ ഞാൻ ചോദിച്ചു. ഇതിന് മുമ്പ് കുറേ ദിവസങ്ങൾ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ മാധ്യമങ്ങൾ വലിയ വാർത്തകൾ കൊടുത്തില്ല. പാലക്കാടുണ്ട്, മറ്റേ എവിടെയാ, ബാംഗ്ലൂരുണ്ട്, പാലക്കാടുണ്ട്, കോയമ്പത്തൂരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. കാസർഗോഡ് ഒരു കോടതിയിൽ മുഖ്യമന്ത്രി അതിനെ വിശദീകരിച്ചിട്ടുണ്ട് ശ്യാം. എന്ന് വെച്ചാൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ ഈ വിധത്തിൽ ആളുകളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കീഴ്വഴക്കം കേരളത്തിൽ പൊതുവിൽ ഇല്ല എന്ന് മുഖ്യമന്ത്രി ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. അറസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? അല്ല, ഇത് അങ്ങനെ ഒരു MLA കൂടിയാണല്ലോ. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കീഴ്വഴക്കാരുണ്ടാക്കി ഇവർ കീഴ്വഴക്കത്തിന്. അത് ശരി, അപ്പൊ ഈ 2 വർത്തമാനം പറയരുത്. അല്ലെങ്കിൽ 2 വാദം പറയരുത്. ഇവർ സ്ത്രീകൾക്ക് അനുകൂലമാണെന്ന് ഇത്തരക്കാരെ അറസ്റ്റ് ചെയ്യുന്നു പറയരുത്. ആ കീഴ്വഴക്കത്തിനനുസരിച്ച് ഇയാൾ അറസ്റ്റ് ചെയ്യാതെ വിടുമെന്ന് പറയണം. ഇതിനകത്ത് ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലെന്നേ. അറസ്റ്റ് ചെയ്യാനൊരു താല്പര്യം വേണമല്ലോ. ആ താല്പര്യം ഇവർക്ക് ഉണ്ടാവാത്തതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ തട്ടിപ്പാണല്ലേ? എന്നിട്ട് ഇലക്ഷന്റെ അന്ന് ഒന്ന് നോക്കൂ, ഇവിടെ തുടക്കത്തിൽ എന്താ, അതായത് ഇതിപ്പോ അറസ്റ്റ് ചെയ്യുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നു. ശബരിമല വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മറിച്ചുവിടാൻ വേണ്ടി ഒരു വിഷയം കൊണ്ടുവരുന്നു. അതിനപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ട് ഇലക്ഷന്റെ 2ാം പാദത്തിലെ ഇലക്ഷന്റെ അതിരാവിലെ വന്നിട്ട് മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. അതിനപ്പുറത്തേക്ക് എന്താ സംഭവിച്ചത്? അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? അതിനപ്പുറത്തേക്ക് ആ വിഷയത്തിൽ അല്ലെങ്കിൽ അതിനകത്ത് എന്താ ആത്മാർത്ഥ്യ സർക്കാരുണ്ടായിരുന്നത്? സത്യത്തിൽ കേരളത്തിലെ ഇന്ത്യ മുന്നണി, ഞാനത് മുമ്പും പറഞ്ഞിട്ടാണ്, മനോരമ ഫോറത്തിന് മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കേരളത്തിലെ ഇന്ത്യ മുന്നണി പ്രവർത്തിക്കുന്നത് സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലാണ്. പിടിക്കാൻ കഴിയാത്തതും പോലീസിന്റെ കഴിവുകേടാണ്. 2 പേർക്കും ഇതിനകത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല. 2 പേർക്ക് ഇയാൾക്ക് നടപടിയെടുക്കാൻ വേണ്ടി താല്പര്യമില്ല. കോൺഗ്രസ് പാർട്ടി തന്നെ എത്രയോ അഭിപ്രായങ്ങളാണ്. ഇന്നലെ വന്ന അഭിപ്രായങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ? കോൺഗ്രസ് പാർട്ടിയിൽ എത്രയോ അഭിപ്രായങ്ങളാണ് ഇയാളെ കുറിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്രയോ അഭിപ്രായങ്ങളാണ് ഇയാളെ കുറിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെടാതിരുന്നത്? അപ്പൊ ഇത്തരത്തിൽ ഈ ഇലക്ഷന് ഇതൊരു വിഷയമാക്കണം എന്നതിനപ്പുറത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, കേരളം ഭരിക്കുന്ന സർക്കാരിന് ഇതിനകത്ത് യാതൊരു ആത്മാർത്ഥതയും ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം എന്ന് പറയുന്നത്. ഇവർ മൂടി വെക്കാൻ വേണ്ടി ശ്രമിച്ച ശബരിമല വിഷയമാണ്. ശബരിമല വിഷയവും അടിത്തട്ടിൽ ചർച്ച ചെയ്തു. ഇവരുടെ നേതാക്കന്മാര്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയത്, അവിടെ നിന്ന് സ്വർണ്ണം ചെമ്പാണെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഇവരുടെ മുൻ MLA യും ഇവരുടെ ജില്ലാ കമ്മിറ്റി അംഗവും ഇവരുടെ സംസ്ഥാന സമിതി അംഗമൊക്കെ ആയിട്ടുള്ള പത്മകുമാർ അടക്കമുള്ള ആളുകൾ ശബരിമലയിലെ കൊള്ള നടത്തിയത് കേരളം ചർച്ച ചെയ്തേ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?